ഹേ ഗായ്സ്, വെൽക്കം ബാക്ക് ടു അനദർ ന്യൂ വീഡിയോ. സോ നമ്മളിന്ന് ഉസ്ബെക്കിസ്ഥാനിലോട്ടേക്ക് തിരിച്ചു പോവാണ്. എന്താ അറിയില്ല, എനിക്ക് ഒരു രീതിയിലും പോകാൻ താല്പര്യമില്ലേനു. ലൈക്ക് ഈ വെക്കേഷൻ അത്യാവശ്യമല്ല, നല്ലോണം അടിപൊളിയായിരുന്നു. കാരണം ഫ്രണ്ട്സിൻ്റെ കല്യാണവും എൻഗേജ്മെൻറ്റും ട്രിപ്പും ഫുള്ള് ഇങ്ങനെ പുറത്തിങ്ങനെ അടിച്ചു പൊളിച്ച് നടക്കുക. കോളേജിലേക്ക് തിരിച്ച് പോകേണ്ടതെന്ന് ആലോചിക്കുമ്പോൾ ഒരു സങ്കടം. ലൈക്ക് എന്താ അറിയില്ല, എനിക്ക് കഴിഞ്ഞ വെക്കേഷനിലൊക്കെ എങ്ങനെയെങ്കിലും ഉസ്ബെക്കിസ്ഥാനിൽ എത്തിയാൽ മതി. അതിന് വെക്കേഷൻ ഒരു മന്ത് കഴിഞ്ഞപ്പോൾ തന്നെ എനിക്ക് നാട്ടിൽ മടുത്ത് തിരിച്ച് പോയാൽ മതി. പക്ഷേ ഇപ്രാവശ്യം എനിക്ക് അങ്ങനെയല്ല, എനിക്കെന്ത് ഭയങ്കര ഒരു സങ്കടം. പക്ഷെ പോയല്ലേ പറ്റൂ, നമുക്ക് പോവാം. നമുക്ക് ഫ്ലൈറ്റ് കാലിക്കറ്റിൽ നിന്ന് ഡൽഹിയിൽ നിന്ന് താഷ്കന്ത്, പിന്നെ താഷ്കന്ത് നമ്മൾ ക്യാബിൽ ഫെറഗാനയിലോട്ട് പോകും. അപ്പോൾ ഞാൻ ഫെബിനെ കണ്ട് ഫെബിനെ കൂടെ കൂട്ടി നമ്മൾ പോവാണ് ഗൈസ്. എന്തൊരു എടുങ്ങാററിയോ. പിന്നെ ഡൽഹിയിലെത്തിയപ്പോൾ ഞാൻ കുറച്ചിൻ്റെ കോളേജിലത്തെ കുട്ടികളൊക്കെ കണ്ട് കണ്ടപ്പോൾ തന്നെ എനിക്ക് നെഗറ്റിവിറ്റി അടിച്ച്. ഒരു മോശമാണെന്നല്ല പറയണത്, എനിക്കെന്തോ ഞങ്ങോട്ട് പോകണ്ടേ എന്നുള്ളൊരു ഇത്. പക്ഷേ ഹോസ്റ്റലിലല്ലാത്തൊരു സമാധാനം. അപ്പാർട്ട്മെൻ്റ് ആകുമ്പോൾ നമ്മളതായിട്ടുള്ളൊരു ഹോംലി ഫീൽ കിട്ടുമല്ലോ. ഇങ്ങനെ വാർഡൻ ഉണ്ടാവില്ല, എന്താ പറയുക, ഫുഡ് അടിപൊളിയായിരിക്കും. നമ്മൾ സെൽഫ് കുക്ക് ചെയ്യുമ്പോൾ നമ്മളതായ രീതിയിൽ നമുക്ക് കുക്ക് ചെയ്യാമല്ലോ. അപ്പോൾ ആ ഒരു സമാധാനം ഉള്ളതുകൊണ്ട് മാത്രം ഞാൻ ഇപ്രാവശ്യം ഇങ്ങോട്ടേക്ക് വന്നത്. നമ്മൾ ഡൽഹിയിലെത്തി. ഡൽഹിയിൽ നിന്ന് നമ്മൾ രാത്രി ഫുഡ് കഴിച്ചില്ലേനും. സോ നമ്മൾ എയർപോർട്ടിൽ നിന്ന് തന്നെ ഫുഡ് കഴിക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ നമ്മൾ ബാങ്കോയിൽ പോയിട്ട് ഒരു മസാല ദോശ, ഒന്നല്ല 2 മസാല ദോശ വാങ്ങി നമ്മൾ തിന്ന് അവിടെ തന്നെ ഉറങ്ങി. പിന്നെ സമയം കളയാൻ വേണ്ടി കുറച്ച് നമ്മൾ പുറത്ത് പോകാമെന്ന് വിചാരിച്ചിരുന്നു. പിന്നെ ഒരു ധൈര്യം, ലൈക്ക് നമ്മൾ ഡൽഹിയിൽ പുറത്തിറങ്ങാനൊരു സേഫായിട്ട് തോന്നിയില്ല. പിന്നെ നമ്മൾ ഹൽദിറാമിൽ ഇങ്ങനെ ഇതുപോലത്തെ കുറച്ച് ഷോപ്പിലൊക്കെ കയറി ലഡ്ഡുമൊക്കെ വാങ്ങി. ഹൽദിറാംസ് ലഡ്ഡു എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അങ്ങനെ നമ്മളവിടെ കഷ്ടപ്പെട്ട് 19 മണിക്കൂർ കഴിഞ്ഞിട്ട് എവിടെ പോയി, ഓക്കെ, ഉസ്ബെക്കിസ്ഥാനിലോട്ടേക്ക് പോവാണ്. പിന്നെ ഇപ്രാവശ്യം ഇൻഡിഗോനോട് ഒരു വലിയ താങ്ക്സ് പറയുന്നുണ്ട്. കാരണം നമ്മൾ കാലിക്കറ്റിൽ നിന്ന് ലഗേജ് കൊടുത്തിട്ട് താഷ്കന്തിൽ നിന്ന് എടുത്താൽ മതി. കഴിഞ്ഞ പ്രാവശ്യം അങ്ങനെയല്ല, കാലിക്കറ്റിൽ നിന്ന് കൊടുത്തിട്ട് ഡൽഹിയിൽ നിന്ന് എടുക്കണം, പിന്നെയും കൊടുത്തിട്ട് പിന്നെയും താഷ്കന്തിൽ നിന്ന് എടുക്കണം. അപ്പോൾ അത് വെച്ച് നോക്കുമ്പോൾ ഇപ്രാവശ്യം ഭയങ്കര ഒരു ഹെൽപ്ഫുൾ ആയിട്ടുള്ളൊരു കാര്യം അവർ ചെയ്തത്. കാരണം നമ്മുടെ കയ്യിൽ ഒരു ക്യാബിൻ ബാഗ് മാത്രമേ ഉള്ളൂ, ബാക്കി അതിലോട്ട് പോയല്ലോ. ഭയങ്കര ഒരു സമാധാനമായിരുന്നു. അങ്ങനെ നമ്മൾ കുറേ സമയം വെറുതെ എയർപോർട്ടിൽ ഇങ്ങനെ നടന്ന്. അത് കഴിഞ്ഞ് നമ്മൾ വീണ്ടും ഉച്ചയായി, വൈകുന്നേരമായപ്പോൾ വീണ്ടും വിശന്ന്. ഇങ്ങനെ നമ്മൾ ഒരു ബർഗർ വാങ്ങി. അപ്പോൾ അത് കഴിഞ്ഞിട്ട് നമ്മൾ പോവുകയാണ് ഗൈസ്. അങ്ങനെ നമ്മൾ ഗേറ്റിൻ്റെ അടുത്തോട്ടേക്ക് നടന്ന്. അപ്പോൾ നമുക്കൊരു 5 മണിക്കൂറും കൂടെ ഉണ്ടായിരുന്നു. അപ്പോൾ അവിടെ കിടക്കാൻ പറ്റിയ സ്ഥലം ഉണ്ടെങ്കിൽ നമ്മളൊരു 3 മണിക്കൂർ സുഖമായിട്ട് ഉറങ്ങി. അങ്ങനെ ഒരു ഈവനിങ് അല്ല, രാത്രി 7 മണി 8 മണിക്കായിട്ടായിരുന്നു ഫ്ലൈറ്റ്. അതുവരെ നമ്മൾ ഒന്ന് റെസ്റ്റ് എടുത്തിട്ട് പിന്നെ നമ്മൾ പോയി. അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനത്തെ വീഡിയോസൊക്കെ ഇഷ്ടമാണെങ്കിൽ മേക്ക് ഷുവർ ടു സബ്സ്ക്രൈബ് ആൻഡ് ഷെയർ ടു യുവർ ഫ്രണ്ട്സ്. ലൈക്ക് ഇനി അബ്രോഡ് MBBS പഠിക്കാൻ വരുന്ന സ്റ്റുഡൻസ് നിങ്ങളുടെ ഫ്രണ്ട്സ് ആയിട്ടുണ്ടെങ്കിൽ അവർക്കൊക്കെ ഷെയർ ചെയ്യാം. പിന്നെ എന്തൊക്കെ ടൈപ്പ് ഓഫ് വീഡിയോസാണ് വേണ്ടതെന്ന് കമൻറ്റിൽ അറിയിക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. ആൻഡ് നോട്ടിഫിക്കേഷനും ഓൺ ആക്കിയിടുക. അതാകുമ്പോൾ ഞാൻ അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് വരും. അങ്ങനെ നമ്മൾ ഡൽഹിയിൽ നിന്ന് ഫ്ലൈറ്റ് കയറി താഷ്കന്തിലോട്ട് പോവാണ്. ഡൽഹിയിൽ നിന്ന് ഒരു 3 അവർ താഷ്കന്തിലോട്ടേക്കുണ്ട്. ഇനി താഷ്കന്തിലെത്തിയിട്ട് കാണാം. അങ്ങനെ താഷ്കന്ത് എയർപോർട്ടിൽ നിന്ന് ലഗേജിന് വേണ്ടി വെയിറ്റ് ചെയ്യാണ്. അത് കഴിഞ്ഞ് നമ്മൾ ക്യാബ് ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഡ്രൈവർ ലഗേജൊക്കെ എടുത്ത് വെക്കാണ്. അപ്പോൾ ഞാനിപ്പോഴും ക്യാബാണ് ചൂസ് ചെയ്യൽ. കാരണം ഈ ട്രെയിനിൽ പോകുമ്പോൾ നമ്മൾ ആദ്യം എയർപോർട്ടിൽ നിന്ന് റെയിൽവേ സ്റ്റേഷനിലോട്ടേക്ക് ക്യാബിൽ പോകണം. എന്നിട്ട് ട്രെയിനിലോട്ടേക്ക് 30 കിലോനെ എടുത്ത് വെക്കാൻ അത്ര സിമ്പിളല്ല. പിന്നെ അവിടെ നിന്ന് 5 മണിക്കൂർ ഫെർഗാനിലെത്തിയിട്ട് മാർഗിലോണിലാണ് എത്തുക. മാർഗിലോണിൽ വീണ്ടും ക്യാബ് പിടിച്ചിട്ട് ഫെർഗാനിലോട്ടേക്ക് വരണം. അപ്പം ലൈക്ക് പൈസ എക്സ്പെൻസ് സെയിമാണ്, ലൈക്ക് രണ്ടും നോക്കുമ്പം. പക്ഷേ ഈ ബുദ്ധിമുട്ട്, ലഗേജ് എടുത്ത് വെക്കുന്നത് ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് ഒരു ക്യാബിൽ കയറി കഴിഞ്ഞാൽ ലൈക്ക് എയർപോർട്ടിൽ നിന്ന് കയറി ഡയറക്റ്റ് നമ്മുടെ അപ്പാർട്ട്മെൻറ്റിലെത്തും. അപ്പോൾ അതാണ് എന്തുകൊണ്ടും ബെറ്ററായിട്ട് എനിക്ക് തോന്നിയത്. പിന്നെ എന്ന് പറഞ്ഞാൽ ഒരു 3 ആൾക്കാരൊക്കെ ഉണ്ടെങ്കിൽ ഓഫ് കോഴ്സ് ക്യാബാണ് ബെറ്റർ.
അപ്പം പിന്നെ സേഫുമാണ് ഉസ്ബെക്കിസ്ഥാനിൽ ക്യാബിൽ പോകുന്നത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. നെക്സ്റ്റ് വീഡിയോ ഞാൻ അപ്പാർട്ട്മെൻറ്റ് ടൂറൊക്കെ കാണിക്കാം ഇൻഷാ അല്ലാഹ്. അപ്പോൾ നെക്സ്റ്റ് വീഡിയോ വരും വരെ ബൈ ബൈ.